അവിടെ സ്ക്രോൾ ചെയ്ത് എന്താണ് ദഅവത്ത്, എങ്ങനെയാണ് ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കല് റസൂലുള്ളാഹി തങ്ങള് സഹാബാക്കളെ നജ്ദ് ഭാഗത്തേക്ക് യാത്ര അയക്കും. അപ്പൊ അവിടെ ബനു ഹനീഫ് ഗോത്രത്തിൽപ്പെട്ട യമാമക്കാരുടെ നേതാവായ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണും. ആ വ്യക്തിയെ ധാരാളം സഹാബാക്കളെ കൊന്ന ഒരാളാണ്. അപ്പൊ അവരെ പിടിച്ചോണ്ട് വരും. സഹാബാക്കള് ആ വ്യക്തിയെ പിടിച്ചോണ്ട് വന്ന് മദീന പള്ളി കൊണ്ട് കെട്ടിയിടും. റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് ചോദിക്കും, സുമാമ നീ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. സുമാമ പറയും, അല്ല, നിങ്ങൾ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ സമ്പത്താണെങ്കിൽ നിങ്ങൾ എത്രയാണോ സമ്പത്ത് ഞാൻ തരാം. നിങ്ങളെങ്ങനെ വധിക്കാനോ ഉദ്ദേശമെങ്കിൽ ഞാൻ അർഹനാണ്, നിങ്ങൾക്ക് വധിക്കാം. എന്നെ നിങ്ങളുടെ കരുണയുടെ പേരിൽ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വിടാം, എന്ത് വേണം ചെയ്യാന്ന് പറയും. റസൂൽ ഒന്നും മിണ്ടാ മടങ്ങിപ്പോകും. പിറ്റേ ദിവസം റസൂലുള്ളാഹി വരും, ഇത് തന്നെ ചോദിക്കും, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? സുമാമത്ത് ബിൻ ഉസാൽ ഇത് തന്നെ മറുപടി പറയും. റസൂൽ മടങ്ങിപ്പോകും. മൂന്നാമത്തെ ദിവസവും റസൂലുള്ളാഹി ചോദിക്കും, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? ഒന്നും പറഞ്ഞിട്ടില്ല, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല, നിങ്ങൾ ഓർക്കണം. മൂന്നാമത്തെ ദിവസവും വരും, ഇത് തന്നെ മറുപടി. മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹി പറഞ്ഞ് അദ്ദേഹത്തെ അഴിച്ചു വിട്ടേക്കാൻ പറയും. അദ്ദേഹം അഴിച്ചു വിട്ട് അദ്ദേഹം പോയി മടങ്ങി വരും. റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് മടങ്ങി വന്നിട്ട് അദ്ദേഹം പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു ആവും. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാം? റസൂലുള്ളാഹി ഒരു വാക്ക് പോലും ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. മറിച്ച് എന്താ ചെയ്തത്? ആ മദീന പള്ളി 3 ദിവസം കെട്ടിയിട്ട്, ആ 3 ദിവസം കെട്ടിയിട്ട് എന്താ ആ പള്ളി നടക്കുന്ന കാര്യങ്ങളും റസൂലുള്ളാഹിയുടെ നല്ല പെരുമാറ്റവും, ഇത്രയും സഹാബാക്കളെ കൊന്നിട്ട് റസൂലിന്റെ പെരുമാറ്റവും നല്ല സംസാര രീതിയും പള്ളി നടക്കുന്ന അമാലുകളെല്ലാം കണ്ടിട്ടാണ് ഈ സഹാബി ഇസ്ലാമിലേക്ക് വന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, റസൂല ചോദിച്ച സമയത്ത് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നെങ്കിൽ റസൂല്ല ചോദിച്ചതിന്റെ പേരിൽ പേടിച്ചിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്ന ആളായേനെ. എനിക്ക് സ്വതന്ത്രമായിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതെന്ന് പറയും.